രാഗതന്ത്രികളിൽ രാഗമധുരം മീട്ടിയ കൊച്ചു പാട്ടുകാരുടെ ഈ മനോഹര വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. ഹൃദയ സംഗീത വിരുന്നിന് സ്നേഹാനുഗ്രഹം പകരാൻ നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, മധു അങ്കിൾ ആൻഡ് മൃദു ചേച്ചി. രാഗവസന്തത്തിൽ പാട്ടിന്റെ തേൻ മധുരവുമായി പട്ടാമ്പിയുടെ സ്വന്തം കൃഷ്ണക്കുട്ടി എത്തുന്നു. വെൽക്കം കൃഷ്ണ ഓൺ സ്റ്റേജ്. മാലാഖയാണോ? മാലാഖ അല്ല, വൈശാലി. അയ്യോ സോറി, എനിക്ക് മാലാഖ വായിൽ വന്നത്. കൃഷ്ണൻകുട്ടിയെ, എന്താ സാർ? എന്തുണ്ട്? ഇല്ല, ഞാൻ ഇവിടെ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാ. വൈശാലി. ഈയിടയ്ക്ക് ദുബായിലും എല്ലാം പോയിരുന്നു? ഇല്ല ഇല്ല, കാരണം അവിടെ മൊത്തം മഴ. അതുപോലെ ഇവിടെ മഴ പെയ്ച്ചു തന്നാലേ ഒരു വലിയ സമ്മാന തുക ഞാൻ തരാം. കാരണം അത്രയ്ക്ക് ചൂടളകിയിട്ട് ഒരു രക്ഷയില്ല. പക്ഷെ പ്രളയമൊന്നും വരുത്തരുത് കേട്ടോ, വെറും മഴ. ഈ മൂക്കുത്തി പറ്റിപ്പോ ഒട്ടിപ്പോ തട്ടിപ്പോ? പൊട്ട്. പൊട്ടാണ്. അതാ ഞാൻ ചോദിച്ചത്. അത് തട്ടിപ്പോ ഒട്ടിപ്പോ ഒന്നുമല്ല, പൊട്ടിപ്പാണ്. പൊട്ടിപ്പ്. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രസ്, കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഈ ഡ്രസ് എനിക്ക് ഗിഫ്റ്റ് തന്നതാ. ആരാ? അമ്മയുടെ കുടുംബശ്രീത്തെ ആളുകൾ. അവർക്ക് എല്ലാവർക്കും നല്ല കയറി കഴിക്കും. നമ്മുടെ കൃഷ്ണൻകുട്ടിക്ക് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ എല്ലാവരും സ്പോൺസർ ചെയ്യട്ടെ. അപ്പൊ പാടിയാലോ?
കൃഷ്ണ എന്താ സാർ? നന്നായിരുന്നു മോളെ. താങ്ക് യു സാർ. ഇത് ഇത്തിരി എഫർട്ട് വേണം ഈ പാട്ട് പാടാൻ. നമ്മൾ അങ്ങനെ എളുപ്പത്തിൽ പാടി പോകാൻ പറ്റത്തില്ല. കാരണം ഒറിജിനൽ സ്കെയിലല്ലേ പാടിയത്. ഈ ഒറിജിനൽ സ്കെയിലിൽ പാടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒരു ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, പൂവല്ല പൂനിലാവിൻ കിരണമല്ല അല്ലേ, ആ പോർഷനൊക്കെ ഇത്തിരി ഡിഫിക്കൽട്ടാ. പക്ഷേ ചരണത്തിലുള്ള ആ പോർഷൻ നന്നായിരുന്നു. അനുപല്ലവിയിലുള്ള കുറച്ചൊന്നും ഒരു പിടുത്തം വന്നായിരുന്നു. അതുപോലെ തന്നെ അണിയിക്കട്ടെ എന്ന് പറയുന്ന പോർഷൻ ലാൻഡിങ് നോട്ട് കുറച്ചൊന്നും. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമായിട്ടൊരു കുട്ടിക്കുണ്ടാകുന്നത് അല്ല. മോളൊരു മനഃപൂർവ്വം വരുത്തിയ തെറ്റോ പാടി തെറ്റിയതല്ല. ഈ ശ്വാസം വരണ്ടേ, അത്രയും പാടണ്ടേ. ഇത് ലൈവിൽ നിന്ന് പാടുമ്പോഴത്തേക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. പണ്ടെല്ലാം ഒറ്റയടിക്ക് വിത്ത് ഓർക്കസ്ട്ര നിന്ന് പാടുന്നത് തന്നെയാണ്. ഈ സമയത്തൊക്കെ ഞാനുണ്ട് തിയേറ്ററിലൊക്കെ പോകും. കാരണം ഭരതേട്ടൻ എൻ്റെ ഒരു എന്താണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഭരതേട്ടൻ. കാരണം അദ്ദേഹം ഏത് സ്റ്റുഡിയോയിലുണ്ടെങ്കിലും ഞാൻ പോയി കഴിഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. കാരണം അവിടെ ഇരുന്നിട്ട് എന്നെ കൊണ്ട് ഒരുപാട് പാടിക്കുന്ന എല്ലാം ഒറ്റ രാഗത്തിലായിരിക്കുന്നേ ഉള്ളൂ. ഹിന്ദോളം അതല്ല, അല്ലെങ്കിൽ മിയാക്കി മൽഹാർ. ഈ രണ്ടെണ്ണമാണ് അദ്ദേഹത്തിൻ്റെ പ്രാണവായു. ഈ ഹിന്ദോളം എത്ര കേട്ടാലും കാലത്തൊട്ട് രാത്രി അടുത്ത രാത്രി 12 മണി വരെ കേട്ടാലും ഭരതേട്ടൻ ഓക്കെയാണ്. ഭരതേട്ടൻ എല്ലാ പടത്തിലും ഹിന്ദോളത്തിലൊരു പാട്ടും കാണും, അത് മസ്റ്റാ. പത്മരാജൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടി 4 പാട്ട് അങ്ങനെയൊന്നും എടുക്കത്തില്ല. ഷൂട്ട് ചെയ്തിട്ട് ആവശ്യമുണ്ടോ എന്ന് നോക്കും. പാട്ടിന് ഉണ്ടെങ്കിൽ അതിൻ്റെ കുറേ കട്ട്സ് എടുത്തിട്ട് നേരെ മ്യൂസിക് ഡയറക്ടർ എടുത്ത് പറയും, എനിക്കിങ്ങനൊരു പാട്ടുണ്ട്, ഇതാണ് സീൻ എന്ന് പറയും. ഇത് അവർ തമ്മിലുള്ള സ്നേഹം. അതാണ് ഈ മേഘം പൂത്തു തുടങ്ങി അതൊക്കെ ഉണ്ടല്ലോ. അതൊന്നും ശരിക്കും ആ പാട്ട് എടുത്തതിന് ശേഷം ഷൂട്ട് ചെയ്തതല്ല. ആ കുറേ ഷോർട്സ് എടുത്ത് വെച്ചിട്ട് അത് ആഡ് ചെയ്യായിരുന്നു അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഭരതേട്ടനുമായിട്ടുള്ള ഒരു അസോസിയേഷനൊക്കെ എൻ്റെ ജീവിതത്തിലെ ഒരു ജന്മപുണ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഭരതേട്ടൻ്റെ ഒരു പടം ചെയ്ത് എൻ്റെ ചേട്ടനാണ്. അപ്പോൾ അതിനൊക്കെ ആ റെക്കോർഡിങ്ങൊക്കെ ഞാൻ പോയിരുന്നു. അപ്പോൾ അവരുടെ സംസാരവും ഭരതേട്ടൻ, പത്മരാജൻ ചേട്ടന്, അപ്പോൾ അതുപോലെയൊക്കെ ഭയങ്കര ലെജൻസാണ് അവർ. ഈ ഇതിനകത്ത് മോക്ക് വന്നിരിക്കുന്ന മാൻകിടാവായി മാറും മന്ത്രം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ പോയിട്ടുണ്ട്. എന്നാലും ഇറ്റ്സ് എ ഗുഡ് എഫർട്ട് എന്ന് ഞാൻ പറയുന്നത്. നന്നായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സാർ. കൃഷ്ണക്കുട്ടി എന്താ സാർ? നന്നായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. എനിക്ക് ഇഷ്ടമായി പാടിയത്. താങ്ക് യു. പിന്നെ അല്ലറ ചില്ലറ പ്രോബ്ലംസ്. ഈ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടിയ കേട്ടെ. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തി. ഈ ചൂ ചന്ദന ചാർത്തിയ അതൊക്കെ ഈ പാടുമ്പോഴേ ചാ പറയുമ്പോൾ ശരിക്കും ചാ കറക്റ്റായിട്ട് ഉച്ചരിക്കണം. എന്ന് കേക്കട്ടെ. ചൂടി 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 ചന്ദനം ചന്ദനം ചാർത്തിയ ചാർത്തിയ ചന്ദനം ചാർത്തിയ. അങ്ങനെ ഒരു ഇംഗ്ലീഷ് ആക്സെന്റിൽ പാടരുത്. ഓക്കെ. പലരും ഞാൻ പാടുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ പുതിയ ജനറേഷനിലുള്ള പലരും ചാ ചൂ എന്നേ പാടൂ. അപ്പൊ അത് അങ്ങനെ വരരുത്. നമ്മൾ മലയാളികളല്ലേ, മലയാളം പാട്ടല്ലേ പാടണേ. അപ്പോൾ അതുപോലെ ഉച്ചരിക്കണം. ചന്ദന ചാർത്തിയ ചഞ്ചലെ. ചഞ്ചലെ പാടി. ചഞ്ചലേ രണ്ടാമത്തേലുണ്ട് ചഞ്ചലെ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഫസ്റ്റ് പല്ലവിയിൽ നിന്നരികിലെത്തി കുറച്ച് പിച്ച് പ്രോബ്ലം. അനുപല്ലവിയിൽ മാറും മന്ത്രം. ചരണത്തിൽ നീ പടരൂ കേട്ടോ. അതൊക്കെയാണ് ചെറിയ ചെറിയ മൈന്യൂട്ട് പിച്ച് പ്രോബ്ലംസ്. ബാക്കിയെല്ലാം ഓക്കെ. ചരണം കുറേയും കൂടി നന്നായിരുന്നു. ഹൈ പിച്ച് പോകുന്ന പോർഷൻ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. കൃഷ്ണക്കുട്ടി, എന്താ ചേച്ചി? നമുക്ക് മനസ്സിന് കുളിർമ തരുന്ന പോലത്തെ ഒരു രാഗമാണ് മിയാൻ കി മൽഹാർ അല്ലേ. അതില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പോസിഷൻ. ബോംബെ രവി സാറിന്റെ. ചിത്ര ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള പാട്ടും കൂടിയാണെന്ന് തോന്നുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. പിന്നെ മോള് പാടുന്ന സമയത്ത് നോട്ട്സ് ആയിട്ട് അങ്ങനെ പാടാതെ കുറച്ചൊരു ഗ്ലൈഡ് ചിത്ര ചേച്ചി പാടിയത് കേട്ടിട്ടില്ലേ, ഭയങ്കര ഫിനിഷിംഗ് ആണ്. ഓരോ നോട്ടിന്ന് അടുത്ത നോട്ടിലേക്ക് പോകുമ്പോൾ ആ ഗ്ലൈഡ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഇങ്ങനെ നോട്ടായിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലവും ഓപ്പൺ അപ്പ് ചെയ്ത് പാടാതെ കുറച്ചൊന്ന് ഡൈനാമിക്സ് കുറച്ചും കൂടെ വരണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതർവൈസ് ടെക്നിക്കലി വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നി. പല സ്ഥലങ്ങളും ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഒഴികെ ആ സ്വരങ്ങൾ പാടിയതും ഒക്കെ നല്ല ത്രോല്, നല്ല ഓപ്പണായിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാനൊക്കെ. അപ്പം ഈ ചെറിയ കാര്യങ്ങൾ, ഈ പഠിച്ചത് മാറിപ്പോയതും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ പക്ക. അപ്പം ഇതുപോലെ ഈ മിയാൻ കി മൽഹാറിൽ ഒരുപാട് പാട്ടുകളുണ്ട്, ഫിലിം സോങ്സ് ഉണ്ട്. അതിൽ ഇപ്പം പെട്ടെന്ന് മനസ്സിൽ വന്ന് ബോലെ രേ പപ്പി ഹര.
पी के देश में बरसे, जाए पी के देश में बरसे, नित मन प्यासा नित मन तरसे। बोले रे पपीहरा, बोले रे पपीहरा, पपीहरा बोले रे पपीहरा। നൈസ്. താങ്ക് യു. കൃഷ്ണകുട്ടി, എന്താ സാർ? കുറച്ച് സ്ഥലങ്ങളിലൂടെ നന്നായിരുന്നെങ്കിൽ സെഞ്ചുറി അടിക്കായിരുന്നു. പക്ഷെ ഇത്തിരി അവിടെ ഇവിടെ ഒക്കെ പോയില്ലേ. സോ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. ആദ്യ ഒരു ഭരതേട്ടൻ പൂക്കുട്ടി. താങ്ക് യു. കൃഷ്ണക്കുട്ടി അടുത്ത പ്രാവശ്യം സെഞ്ചുറി അടിക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പാട്ടിന്റെ ചിരിച്ചന്തം പകർന്ന കൊച്ചുമിടുക്കി നമ്മുടെ സുന്ദരിക്കുട്ടി ലച്ചക്കുട്ടി. വെൽക്കം ലക്ഷ്യക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ്. ഈ സൗന്ദര്യം കാണുമ്പോ ആരാ പാടാത്തെ? പ്രത്യേകിച്ച് ആ ചിരിക്കുമ്പോ ആ പല്ലില്ലാത്ത ചിരി അല്ലേ? ഓ, ആ കണ്ണുകളിൽ ഇങ്ങനെ എന്താണ് നക്ഷത്രം തിളങ്ങുന്നു. നക്ഷത്രം, അമ്പിളിമാമൻ തിളങ്ങുന്നു. അത്രയൊന്നും വേണ്ടായിരുന്നു. ഇരിക്കട്ടെ മോളെ, വേണ്ടായിരുന്നു. ഒരു വഴിക്ക് പോവല്ലേ. മുല്ലപ്പൂമുട്ട് പോലത്തെ പല്ലുകള്. അതെ. ഇജോ കുട്ടൻ എന്ത് പറഞ്ഞു വിട്ടു? നന്നായിട്ട് പാടണമെന്ന് പറഞ്ഞു. ഇന്ന് അവനെ കണ്ടിനു. ആ, നന്നായിട്ട് പാടണമെന്ന് പറഞ്ഞില്ലേ? എടി നീ പോണ്ടടി. പാടാനോ? പാടാൻ പോകണ്ടെന്ന് പറഞ്ഞു. ആ, ഇങ്ങോട്ട് വരാൻ നേരത്തെ എടി നീ പോവണ്ടടി, ഇവിടെ ഇരിയടി, സംസാരിക്കാന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ. സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയോ? അതെ, ഉറങ്ങിയ നേരത്തിന് എന്തൊക്കെ സംഭവിച്ചാ പറയുന്നത്. പിന്നെ അവളിപ്പോ കടിക്കുന്നുണ്ട് എല്ലാരും. ആ, നേരത്തെ താരേനെ കടിക്കാൻ പോയി ജോക്കുടനെ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ കടിക്കാൻ ഓടി വന്നു. പിന്നെ അവന്റെ മടി കിടന്നു ഓടിപ്പോയി താര. എല്ലാം വേണോ? ഈ ജോക്കുട്ടനെ വേണോ ഇത് വേണോ? എനിക്ക് എം ജി അങ്കിളിനെ മതി. എം ജി അങ്കിളിനെയും മധു അങ്കിളിനെയും മീനാക്ഷി ചേച്ചിനെയും മൃദുലാന്റിനെയും. നല്ലത്. അതെ അതെ, അവളെ ഇത്തിരി നേരം എടുത്തു. ഒറ്റയ്ക്ക് പറഞ്ഞ എന്തെങ്കിലും തോന്നിയാലോ. ആദ്യം ജോക്കുട്ടന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് 1 2 3 4 5. അപ്പൊ ജോക്കുട്ടന് വേണ്ടിയാണോ ഈ പാട്ട് പാടുന്നേ? എന്റെ മാമന് വേണ്ടി. എന്റെ മാമന് ഇഷ്ടമുള്ള പാട്ടാ. മാമന്റെ പേര്? മാമ ഇത് കേട്ടാ കരയൂ. മാമന്റെ പേരെന്താ? മാമന്റെ പേര് ശ്രീജിത്ത്. ഇവര് പാടുമ്പോഴും കരയായിരുന്നു തോന്നുന്നു. മാമൻ എല്ലാ പാട്ടും പാടുമ്പോഴും ചുമ്മാ കരയും. ഞാൻ ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കൊള്ളുന്താണ് മാർഗഴിയെ മല്ലികയെ മാർഗഴിയെ മല്ലികയെ നെഞ്ചത്തിടിച്ചു കരയും. എന്താ മാമൻ അങ്ങനെ ആയിപ്പോയത്? എന്തോ അങ്ങനെയെന്നുള്ള അവസ്ഥയിലാ. ലച്ചൂട്ടി അത് പാടിയാലോ? All the best. All the best. All the best. All the best. Thank you.
നൈസ്. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. ലച്ചൂസേ, എന്തോ? മോള് നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നേ. താങ്ക് യു. ഒരു സംഗതി മാത്രം കുറച്ച് പ്രയാസപ്പെട്ടു പാടാൻ വേണ്ടിയിട്ട്. എന്നാലും വളച്ച് പിടിച്ച് കൊണ്ടുവന്ന് അതിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. അത് ഏത് സംഗതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോക്ക് പെട്ടെന്ന് പിടി കിട്ടുമോ? ഇല്ലല്ലോ. ഏതാ? ഒരു നീളത്തിന് നിൻ തുണയില്ലെങ്കിൽ അതെങ്ങനെയാ? നിൻ തുണയില്ലെങ്കിൽ നിൻ തുണയില്ലെങ്കിൽ. അതെ. ആ സംഗതി പാടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു മോള്. എന്നാലും അറ്റംപ്റ്റ് ചെയ്തല്ലോ. കൊച്ചുകുട്ടിയല്ലേ. മോക്കിപ്പോ എത്ര വയസ്സായി? 6. ഇനി 7 ആവാ. 6 കഴിഞ്ഞാൽ 7 തന്നെ. 6 കഴിഞ്ഞാൽ 5 ആവൂല്ലല്ലോ. ആവോ? അല്ല, അങ്ങനെ ആവുന്നുണ്ട് ഇവിടെ പലർക്കും. എനിക്കായിരുന്നു ചെറുതിലെ. മീനൂട്ടിക്ക് 6 വയസ്സ് ആയിട്ട് അടുത്ത വർഷം നോക്കിയപ്പോൾ 5 വയസ്സ്. എല്ലാരും ഞെട്ടിപ്പോയി. പിന്നെ ഇപ്പൊ ശരിയായി. മീനൂട്ടിക്ക് 6 വയസ്സാവും, അടുത്ത വർഷം നോക്കുമ്പോ 5 വയസ്സ്, പിന്നെ അടുത്ത വർഷം 6, അടുത്ത വർഷം 5. എന്ത് രസമല്ലേ? പിന്നെ കുറച്ച് പെട്ടെന്ന് ഒരു ദിവസം ഒരു ബർത്ത്ഡേ വന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോ ഉണ്ട് 12. കിടക്കുന്നത്. പിന്നെ നോക്കിയോ 11, പിന്നെ നോക്കിയോ 12. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ നോർമലാ, കുഴപ്പമില്ല. ഇപ്പൊ 18 എന്ന് പറയുന്നു. ഇനി അടുത്ത വർഷം 18. ചിലപ്പോ അടുത്ത വർഷം എനിക്ക് 17 ആവും. ഈ എപ്പോഴാ മീനാക്ഷി ചേച്ചിന്റെ റിസൾട്ട് അറിയാ? വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇന്നാണോ? ഇന്നല്ല മോളെ, ഇന്നാണ് നീ ഇങ്ങനെ നിൽക്കൂ. അതെ, നീരോട് ചേച്ചി കൂളായിട്ട് നിക്കുന്ന കണ്ടില്ലേ? അടുത്ത ദിവസം ലച്ചുകുട്ടി വരുമ്പോ പറയാം. ലച്ചുകുട്ടി ഇവിടെ സ്ട്രക്ചർ ഒക്കെ റെഡി ആയിട്ട് നിർത്തിയിട്ടുണ്ട്. റിസൾട്ട് തലയിൽ വെച്ച പൂവ് കാണാൻ നല്ല രസമുണ്ടല്ലോ. നല്ല മാച്ചിങ്. ചെരുപ്പ് പൂവല്ല, ഇത് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ ആണോ? ടിക് ടിക്കാ. ഓ, ഇങ്ങനെ ടിക്. അതാ. ഓക്കെ ഓക്കെ, ടിക് ടിക് എന്നാ പറയാ. അങ്ങനെയാണ് പറയാ. ഓക്കെ. പാട്ട് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. വളരെ നന്നായിട്ട് പാടി. സംഗതി ഇടയ്ക്ക് ഇങ്ങനെ വരുന്നില്ലേ, എന്താ നിൻ തുണയില്ലെങ്കിൽ, അത് മാത്രം ആണ്. അത് മാത്രം ഒന്ന് നിൻ തുണയില്ലെങ്കിൽ. ഓക്കെ ഓക്കെ, അത് തന്നെ, അത് തന്നെ. യെസ്, അത് ഒന്ന് ശരിയാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മോളുടെ കുഞ്ഞു പ്രായമല്ലേ, എന്നിട്ട് അത്രയും നന്നായിട്ട് പാടിയല്ലോ. അടുത്ത ജന്മദിനത്തിന് അതെ 5 വയസ്സാകുമ്പോഴത്തേക്ക് ശരിയാ. 5 വയസ്സിൽ. അപ്പൊ കൊള്ളാം കേട്ടോ, നന്നായിട്ട് പാടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലച്ചുകുട്ടാ, എന്തോ ഞാൻ മൃദുലക്കുട്ടാന്ന് വിളിച്ചോട്ടെ? വിളിച്ചോ? ഇവളല്ലേ കഴിഞ്ഞ ദിവസം ചോദിച്ചു ഞാനിനി ശ്രീകുട്ടാന്ന് വിളിച്ചോട്ടെ? മറന്നുപോയില്ലേ? എല്ലാരും പേര് ഇനി മാറ്റും. ഇന്ന് വിളിച്ചില്ലല്ലോ. എന്നിട്ട് ഇത് മധുക്കുട്ടാന്ന്. ഇന്നലെ ഞാൻ പാട്ട് കഴിഞ്ഞ് വന്നപ്പോഴും ലിനു അങ്കിൾ എന്നെ പല്ല് പറിക്കുന്ന പറഞ്ഞു. ഇത് വലിയ കഷ്ടമാണല്ലോ. ഇത് പല്ല് പറക്കി അങ്ങനെ മുട്ടി നിൽക്കുകയാണെന്ന് തോന്നുന്നു. അതെ. മോളെ ഇപ്പൊ USA വന്നേ ഉള്ളൂ. ഒരു കടയിടുകയാണ്, ഡെന്റൽ. ഡെന്റൽ ഹാർഡ്വെയർ എന്നാണ് പേര്, പുതിയ പേരാണ്. മറ്റേ ഡെന്റൽ കെയർ എന്നൊക്കെ അല്ലേ, ഇത് ഡെന്റൽ ഹാർഡ്വെയർ. കുറച്ച് ഹാർഡായിട്ടാ പറിക്കുന്നത്. കാരണം എല്ലാം മെഷീൻസ് എല്ലാം മമ്മാട്ടി, കോടാലി, നാടൻ പരിപാടിയാണ്. അതെ. ഇനി എന്റെ പല്ല് പറിക്കണ്ട, ലിനു അങ്കിളിന്റെ പല്ല് തന്നെ ഞാൻ പറിക്കണം. ലച്ചുകുട്ടാ, എന്തോ സൂപ്പറായിരുന്നു. ഡ്രസ്സും ആ ടിക് ടാക്കും ഷൂസും. ടിക് ടാക്ക് എന്ന് പറയുന്ന ഒരു മുട്ടായ. പക്ഷെ ഇതിന് ടിക് ടാക്ക് എന്നാ പറയുന്നേ, ഈ ടിക് ടിക്കിന്. ശരി, എന്നാ ടിക് ടിക് എങ്കിൽ ടിക് ടിക് അതായിരിക്കും നമുക്ക് നല്ലത്. ഉറപ്പിക്കാം. അപ്പൊ സൂപ്പറായിരുന്നു, ഒക്കെ സൂപ്പറായിരുന്നു. താങ്ക് യു. ലച്ചുകുട്ട, സ്കൂളൊക്കെ തുറക്കാറായില്ലേ? പോണ്ടേ സ്കൂളിൽ? എന്റെ സ്കൂള് തുറന്നു. തുറന്നോ? പോകുന്നില്ലേ? എന്നിട്ട് അത് വീഡിയോ അതിനെ കൊണ്ട് പോകാൻ കഴിയില്ല. പക്ഷെ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരട്ടെ, വാ. അയ്യോ, ഇതെന്താ? കരയുമ്പോഴും നല്ല ഭംഗിയുണ്ടല്ലേ. സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടിട്ട് സ്കൂളിൽ പോലെ
അത് ഫൈനൽ വലിയ ഓ ഇത് പോണ്ടെന്ന് പറയണേ. ഏങ്കിലടിക്കുമോ? അയ്യോ. മീനൂട്ടി അയ്യോ. കുടുംബപരമായിട്ട് ഇതാന്ന് തോന്നുന്നു. ഒരാള് പാട്ട് കേട്ടാ കരയും, ഒരാള് ദോശ കണ്ടാ കരയും, ഒരാള് സ്കൂളിൽ പോണെന്ന് പറഞ്ഞാ കരയും. അതെ, എന്നിട്ടാണ് പറഞ്ഞത് ഓണം ഇവിടെ ഉള്ളതുകൊണ്ടാ പോവാത്തേന്നൊക്കെ. വെറുതെ അല്ല മാമൻ കരയണേ. ഇനി സ്കൂൾ തുറക്കുമ്പോ ഇതുപോലെ കരയോ? പിന്നെ ഇല്ല, കരയില്ല. ഇല്ല ഇല്ല എനിക്ക് ഞാനിപ്പോ പരീക്ഷയ്ക്ക് പോവാൻ ഇൻട്രസ്റ്റ് ആയി. ഇൻട്രസ്റ്റ് ആയോ? ഓക്കെ. പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ പഠിച്ചിക്ക് പഠിച്ചിക്ക്. ഒരു കാര്യം പറയട്ടെ. എനിക്ക് പരീക്ഷയ്ക്ക് മിസ് പറഞ്ഞെന്ന്. എന്റെ ദൈവമേ, ആ മിസ് കാണുന്നത് എന്താ പറഞ്ഞു തന്നത്? എല്ലാം ക്വസ്റ്റ്യൻ ആൻസർ അല്ല. അത് ആൻസർ അല്ല, നല്ല അതിന്റെ പേരും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ. ഇങ്ങനെ എഴുതിയാ മതി മോളെ. എനിക്ക് അറിയായിട്ടാ. മീനൂട്ടി ചേച്ചി ഇനി അവിടെ പോയി ചേരാൻ പോവാ. ആദ്യം പോലെ സ്കൂളിന് കോളേജ് ഉണ്ടോ? ആ സ്കൂളിന് 7 വരെ ഒറ്റയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മോള് അടിപൊളിയായിട്ട് പാടിയല്ലേ? നമുക്കൊരു നല്ല പൂക്കുറ്റി കൊടുത്താലോ? ലച്ചു Yes. പൂക്കുറ്റി. അടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ ലച്ചു പൂക്കുറ്റി. താങ്ക് യു. ടാറ്റാ. പാട്ടിന്റെ വിരുന്നൊരുക്കാൻ കാസർഗോഡ് നിന്നും എത്തുന്നു മഹിക്കുട്ടൻ. വെൽക്കം മഹിപാൽ ഓൺ സ്റ്റേജ്. പാൽക്കുട്ട, എന്തോ സാർ? ഏത് പാട്ടാ പാടുന്നേ? അള്ളിമലർക്കാവിൽ പൂരം കാണാൻ. അതാരാ പാടിയേ? MG സാർ. ഏതോ ഒരു MG. ബാക്കി കാര്യങ്ങൾ MG രാധാകൃഷ്ണൻ സാറ് ലിറിക്സ് എഴുതി, അല്ല മ്യൂസിക് ചെയ്ത്. അതാരാന്ന്? അത് കമ്പോസർ. മ്യൂസിക് ഡയറക്ടർ. അതാരാ? അത് മ്യൂസിക് ഡയറക്ടർ. മ്യൂസിക് ഡയറക്ടർ. അത് ഒരു മനുഷ്യൻ, ഒരു മനുഷ്യനല്ലേ? മനുഷ്യൻ MG രാധാകൃഷ്ണൻ അതെ, സാർ. ഒരു മനുഷ്യൻ. അങ്ങനെ ചോദിച്ചാ ഒരേപോലെ ഇല്ല ഇവരുടെ പേര്? MG ശ്രീകുമാർ, MG രാധാകൃഷ്ണൻ. അതങ്ങനെ അല്ലേ? ഒരേപോലെ ഉണ്ട്. ഇനിഷ്യൽ അങ്ങനെ വന്നുപോയി. അങ്ങനെ പല്ലും വരത്തില്ല. MG രാമചന്ദ്രൻ, അതൊക്കെ ഒരുപോലെ MG കാറ്, അതെ. MGR, അതെ, MG രാമചന്ദ്രൻ, MG റോഡില്ലേ? MG റോഡ്. അതുപോലെ എല്ലാവർക്കും ഇൻഷ്യലാകാം. ഒരു മനുഷ്യനാണ്. നിങ്ങൾ ആ കൊച്ചനായിട്ട് അങ്ങനെ ഞെക്കാതെ. MG രാധാകൃഷ്ണൻ ഒരു മനുഷ്യനല്ലേ? മ്യൂസിക് ഡയറക്ടർ അല്ലേ? നീ വിചാരിച്ചോ അത് MG ങ്ങളുടെ ചേട്ടനാന്ന്? ചെറുതായിട്ട്. ആണോ? ചെറുതായിട്ട് വിചാരിച്ചോളൂ. വിചാരിച്ചോ? ചേട്ടൻ തന്നെയാ? ഇല്ല, അവിടം വരെ എത്തിയുണ്ടോ? ആരാണ്? MG സാറിന്റെ ചേട്ടൻ. ആണോ? ONV സാർ എഴുതി അല്ലേ? ബ്യൂട്ടിഫുൾ സോങ്, നല്ല സിറ്റുവേഷൻ ആണ് പടത്തില്. അപ്പൊ പാടിയാലോ നമുക്ക്? ഓ, തുടങ്ങാ? തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മലർക്കാ
വെരി നൈസ്, സൂപ്പർ. വെരി നൈസ്. താങ്ക് യു. പാൽമോനെ എന്തോ സാർ? നന്നായിരുന്നു കേട്ടോ, താങ്ക് യു സാർ. നന്നായിട്ട് പാടി മോൻ. താങ്ക് യു. ഒരുപാട് സ്ഥലങ്ങള് രസമായിട്ട് പാടി. താങ്ക് യു സാർ. പിന്നെ മോന്റെ ഈ വോയിസിന്റെ ഒരു സ്ട്രെയിൻ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേൾക്കുമ്പോൾ. നമ്മൾ കഷ്ടപ്പെട്ട് പാടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഇത്തിരി തോന്നുന്നുണ്ട്. പക്ഷേ നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷെ ആ ഫീലും ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. അപ്പം ചില വരികളിലുള്ള സംഗതികൾ പാടുമ്പോഴത്തേക്ക് മോന് കൺട്രോൾ നിൽക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ഒരു പൊന്മാനെ തേടിതാൻ വന്നു, അതിൻ്റെ അടുത്ത വരിയിലുള്ള ഒരു സംഗതിയുണ്ട്. അത് ഒരു ക്ലാസിക്കൽ ടച്ചാണ് മോൻ കൊടുക്കുന്നത്. ഓഫ് കോഴ്സ് എല്ലാം ഒരു ക്ലാസിക്കൽ രാഗ ബേസ്ഡ് ആണ്, എങ്കിലും അതൊന്ന് പാടാമെന്ന് കേൾക്കാൻ. ഒരു പൊന്മാനിനെ തേടി നാം പാഞ്ഞു, പാഞ്ഞു എന്നുള്ള ഇത്തിരി എസൻസ് ആണ്. പാഞ്ഞു തേടി നാം പാഞ്ഞു, തേടി നാം പാഞ്ഞു. അവിടെ മോന് കാറ്റ് വരുന്നതിന്റെ കാര്യം മോന്റെ സ്ട്രെയിൻ ആണ്. അവിടെ ആ സസ്റ്റെയിൻ നോട്ട് വരുമ്പോഴാണ് ആ ഫീൽ വരുന്നത്. തേടി നാം പാഞ്ഞു, തേടി നാം പാഞ്ഞു, പാഞ്ഞു. അവിടെ വരുമ്പോ പാഞ്ഞു ഇങ്ങനെ മോന് വരുന്നത്. കാരണം ആ വോയിസിന് അത്രയും സ്ട്രെയിൻ വന്നിട്ടാണ്. അടുത്ത ലൈൻ പാടൂ. കാതരമോഹങ്ങൾ, കാതരമോഹങ്ങൾ കണ്ണീരിൽ മാഞ്ഞു. അടുത്തത് മഴവില്ലിൻ മണിമേട ഒരു അവിടെ അത്രയും ഒരു കാറ്റിൽ അതില്ല. അത്രേ ഉള്ളൂ. മഴവില്ലിൻ മണിമേട ഒരു കാറ്റിൽ. നോട്ട് മാറുന്നുണ്ട് മോൻ. ആ നോട്ട് മഴവില്ലിൻ മണിമേട ഒരു കാറ്റിൽ വീണു, ഒരു കാറ്റിൽ വീണു. അതെ, അത് അതിനകത്ത് കൊള്ളിക്കണം. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ ചില പോർഷൻസ് ഒക്കെ അസലായിട്ട് പാടുകയും ചെയ്തു കേട്ടോ. താങ്ക് യു സാർ. അത് കഴിഞ്ഞ് വരുന്ന സംഗതികളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പാടി. താങ്ക് യു സാർ. അപ്പൊ അങ്ങനെ സമ്മിശ്രമാണ് ഇന്നത്തെ ആലാപനം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. പാൽക്കുട്ട എന്തോ നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത് താങ്ക് യു സാർ. കേട്ടോ, വളരെ നന്നായിട്ട് തന്നെ പാടിയത്. ഈ സ്ട്രെയിൻ കാരണം കൊണ്ട് നമുക്കത് ഫുള്ളായിട്ട് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല ചില സ്ഥലങ്ങളിൽ. ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു അടഞ്ഞിരിക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഒരു കാറ്റ് എപ്പോഴും ഉണ്ട് വോയിസിൽ. എന്തായാലും അത് റെസ്റ്റ് എടുത്ത് ശരിയാക്കണം ഉറപ്പായിട്ടും. അപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അങ്കിൾ പറഞ്ഞു തന്നല്ലോ. ശ്രീകുട്ടൻ അങ്കിളിനാണ് അത് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു ആള്. അപ്പൊ അത് അദ്ദേഹം പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒന്ന് കൂടുതലായിട്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് ഇനി പറയാനില്ല. ഈ ഒരു ശബ്ദത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ചില സ്ഥലത്തൊക്കെ നല്ല ഫീൽ ചെയ്ത് പാടി. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പാൽക്കുട്ട എന്തോ നല്ലൊരു പാട്ടാണ് കേട്ടോ. എന്തായാലും ഒന്ന് പാടി കുറേ സ്ഥലം എനിക്ക് ഇഷ്ടമായി. താങ്ക് യു. എനിക്ക് തോന്നിയത് പാൽക്കുട്ടൻ കുറച്ചുകൂടെ പാട്ടൊക്കെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം പണ്ട് പാടുന്നതിലും കുറച്ചുകൂടെ ഫോക്കസ്ഡ് ഒക്കെ ആയിട്ട് എനിക്ക് നന്നാക്കി പാടണം എന്നുള്ളൊരു അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് പാടുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഈ പ്രാക്ടീസ് കൂടിയതുകൊണ്ടാണോ എന്നറിയില്ല, സ്ട്രെയിൻ ഉണ്ട്, വോയിസിന് നല്ല സ്ട്രെയിൻ ഉണ്ടടാ. അങ്ങനെ നല്ലൊരു അടപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായിടാ. പിന്നെ ഈ പറഞ്ഞ മാതിരി MG സാർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. ഇനി അപ്പുറത്തേക്ക് നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കേടാ, വേഗം അസുഖമൊക്കെ മാറട്ടെ, വോയിസ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. പാൽമോനെ, അപ്പൊ ഇന്ന് മോന് കിട്ടുന്ന മാർക്ക് ഇറ്റ് ഈസ് 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. സോ ആടി ഒരു പാൽക്കുട്ടം പൂക്കുറ്റി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായി ടോപ്പ് സിംഗറിൽ ലോജിക് ക്വിസ് ടൈം സെഗ്മെന്റ് ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി ലോജിക് ക്വിസ് ടൈമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒരു ട്രയൽ ബാലൻസിലെ ആകെ തുക തുല്യമാകുന്നില്ലെങ്കിൽ വ്യത്യാസം ഏത് അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്? ഇതായിരുന്നു ചോദ്യം. സസ്പെൻസ് അക്കൗണ്ട്. ഇതാണ് ശരി ഉത്തരം. ശരി ഉത്തരം അയച്ചവരിൽ നിന്നും ലോജിക് ക്വിസ് ടൈം വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട്ടെ ജിതിൻ പി ആണ്. കൺഗ്രാറ്റുലേഷൻ ജിതിൻ പി. ഇനി ഇന്നത്തെ ചോദ്യം. ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാങ്ക് ബാലൻസുകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ കാരണങ്ങൾ കാണിക്കുന്ന പ്രസ്താവന ഏതാണ്? 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ബി ട്രയൽ ബാലൻസ്, ഓപ്ഷൻ സി ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ ഡി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇനി ഇംഗ്ലീഷിൽ പറയാം.
statement shows the reasons for difference between the bank balance as per cash book and passbook. 4 options. Option A, balance sheet. Option B, trial balance. Option B, bank reconciliation statement. Option D, cash flow statement. ക്വിസിൽ പങ്കെടുക്കുന്ന കൊമേഴ്സിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ശരി ഉത്തരം അയക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയിക്ക് ലോജി സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ CA, CMA, ACCA, CPA തുടങ്ങിയ കോഴ്സുകൾ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള അവസരവും ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കും. ലോജി ക്വിസ് ടൈമിൽ പങ്കെടുക്കാൻ മറക്കണ്ട. ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ അയച്ചു തുടങ്ങും. താരമരികെ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ നൂറു പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനേ നിലവേ നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ കാണാനായി ദൂരെ ഇരുളിൽ മഞ്ഞു കനവ് എന്നെ തേടിയേ നീ നിന്നോരോ വാക്കിലും നീളും നോക്കിലും പൂന്തേൻ തുള്ളികൾ നിറയെ പൊഴിയേ എന്തേ ഇങ്ങനെ മായാജാലമോ എന്നെ തന്നെ ഞാനിവിടെ മറന്നു നിറമായും നിഴലായും നീയല്ലേ എന്നാലും നിലവേ നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ നമ്മുടെ അതിമനോഹരമായിട്ടുള്ള ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാ കൂട്ടുകാരും ഇങ്ങനെ ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള സോങ്സ് ഒക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത ദിവസം നമുക്ക് ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു എപ്പിസോഡ് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.